എൻ്റെ വീഡിയോയും എൻ്റെ വാചകവും എനിക്കെന്നെ പണി കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കയറി വന്ന് ചോദിച്ചത് ബിരിയാണി, അതും ചിക്കൻ ബിരിയാണി. ചൂട് കാരണം മനുഷ്യരൊരു ഭാഗത്ത് ഇരിക്കപ്പുറത്തില്ല. ആ സമയത്താണ് ഇത്ര വലിയൊരു ഓർഡർ. മുന്നിൽ വരുന്ന മഹാലക്ഷ്മി പുറത്തള്ളരുത് എന്നാണല്ലോ. അതുകൊണ്ട് എനിക്ക് മുന്നിൽ വന്ന ചലഞ്ച് എനിക്ക് അക്സെപ്റ്റ് ചെയ്യേണ്ടി വന്നു. സിനിമയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വക പരിപാടി, ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി തക്കാളിയൊക്കെ സെറ്റ് ചെയ്യലും പിന്നെ ചിക്കനിൽ മസാലയൊക്കെ തേച്ച് ഫ്രിഡ്ജിൽ വയ്ക്കലും ഈ വക പരിപാടിയൊക്കെ എൻ്റെ കഴിഞ്ഞു. പക്ഷേ എനിക്ക് കുക്കിങ്ങിനെക്കാളും ടാസ്ക്കായിട്ട് ഫീൽ ചെയ്തത് പെരുന്നാൾ ദിവസം കടകളൊന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ, അതെനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. വീട്ടിലാണെങ്കിൽ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത് ഉപ്പ് മാത്രമാണ്. ബാക്കി എല്ലാ സാധനങ്ങളും എനിക്ക് പുറത്തുനിന്ന് വാങ്ങണം. കടയിൽ പോയപ്പോൾ മെയിനായിട്ടുള്ള സാധനം ബിരിയാണി മസാല. അതന്നെ ഞാനൊരു 3-4 കട കയറി ഇറങ്ങി. അത്യാവശ്യം കടകളൊന്നും ഉണ്ടായിരുന്നില്ല. കൂടെ ഉണ്ടായിരുന്ന ഒരൊറ്റ ചിക്കൻ കട. അവിടെ നിന്ന് ചിക്കൻ കിട്ടി, പക്ഷേ ബാക്കി സാധനങ്ങൾ വാങ്ങാൻ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി. പിന്നെ നമ്മുടെ പിള്ളേരല്ലേ, നമ്മുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും എന്നങ്ങോട്ട് വിചാരിച്ച് നല്ലോണം ദൈവത്തെയും പ്രാർത്ഥിച്ച് ഉള്ളത് വെച്ച് ഒപ്പിക്കാമെന്ന് വിചാരിച്ച്. എണ്ണ കുപ്പി ഉണ്ടായിരുന്നു, നെയ്ക്കുപ്പിയൊക്കെ കാലി, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. നേരത്തെ അറിഞ്ഞാണെങ്കിൽ നമ്മളിതെല്ലാം സെറ്റാക്കി വെച്ചേനെ. പെട്ടെന്ന് ചാടിക്കറിയൊന്നും പറയാമെന്നല്ലേ, ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ നമുക്ക് പറയാം, ഈ ഹെൽത്തി അല്ലല്ലോ നമ്മൾ ഒരുപാട് ഓയിലൊക്കെ ഒഴിച്ച് കഴിക്കുന്നത്, അൺഹെൽത്തി ആണ് എന്നുള്ള രീതിക്ക് നമുക്ക് വാദിച്ച് ജയിക്കാനുള്ളതേ ഉള്ളൂ. ക്യാഷുണ്ട് കിസ്മസൊക്കെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മുമ്പ് എടുത്ത് വായിലിടുന്നതാണ്. എന്തോ ഭാഗ്യത്തിന് 2 ദിവസമായിട്ടൊന്നും കഴിക്കാത്തതുകൊണ്ട് അതവിടെ ബാക്കിയുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഫ്രൈ ചെയ്യാൻ എടുക്കുന്ന ഈ ഒരു ഓയിലല്ലാതെ എക്സ്ട്രാ ഞാൻ ഓയിൽ വേറെ ഇനി ആഡ് ചെയ്യാറില്ല. റൈസിൽ ആഡ് ചെയ്യുന്നല്ലാതെ ഇതിലിനി പ്രത്യേകിച്ച് ആഡ് ചെയ്യാറില്ല. ഇതിൽ തന്നെയാണ് ഞാൻ ഫൈനൽ വരെ ഉണ്ടാക്കുന്നത്. അത് ഹെൽത്തി ആണല്ലോ, അല്ലാതെ ഇല്ലാഞ്ഞിട്ടല്ല, ഹെൽത്തിയാണ്. ആരൊക്കെ കഴിക്കുകയാണെങ്കിലും ഞാനും കഴിക്കില്ല. എനിക്ക് ഒരുപാട് എണ്ണമയൊന്നും ഇഷ്ടമല്ല. എനിക്ക് ആവശ്യത്തിന് മസാല തേച്ച് വെച്ചിരിക്കുന്ന ചിക്കനൊക്കെ കുറച്ച് കുറച്ചായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ മിക്കവാറും ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് ആഡ് ചെയ്യാറുള്ളത്. അല്ലാത്ത സമയത്ത് ഞാൻ ഉണ്ടാക്കുമ്പോൾ അതിൽ മസാല നിൽക്കുന്നില്ല. വെള്ള കളറിൽ ചിക്കൻ വരുന്നത് എനിക്കൊന്നും ഇഷ്ടമാവുന്നില്ല. അറ്റ്ലീസ്റ്റ് ഒരു റെഡ് കളർ അല്ലെങ്കിൽ ഒരു ബ്രൗൺ കളറിൽ ചിക്കൻ കിട്ടുന്നതാണ് ഇഷ്ടം. ഇതിൽ ലൈറ്റൊക്കെ അടിച്ചുകൊണ്ട് ഇതൊരു മഞ്ഞ കളറിൽ കാണുന്നതാണ്. ഇങ്ങനെ എല്ലാ കളറും നല്ലൊരു ബ്രൗൺ ആയിരുന്നു. ഒരു സൈഡ് നമുക്ക് റൈസ് ഉണ്ടാക്കാനുള്ള സമയമായി തുടങ്ങി. കാരണം ഇത്രയും പേർക്കുള്ള വെള്ളം ചൂടാവാൻ തന്നെ സമയമാവുമല്ലോ. അടുപ്പിൽ വെക്കേണ്ട പരിപാടിയൊക്കെ ഞാൻ ഗ്യാസിലല്ലേ ചെയ്യുന്നത്. അപ്പോൾ ടൈം ആവുമല്ലോ എന്ന് വെച്ചിട്ട് ആദ്യം തന്നെ ആ പരിപാടിയും തുടങ്ങി. എനിക്ക് ബിരിയാണീൻ്റെ കൂടെ ചിക്കൻ കഴിക്കുന്നതിനേക്കാളും ഇങ്ങനെ ഈ ഫ്രൈ ചെയ്തിട്ട് ഈ മസാല തേച്ച് വെച്ച ചിക്കൻ തിന്നാൻ നല്ല ടേസ്റ്റായിരിക്കും. ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനൊരു പീസൊക്കെ ഞാൻ എടുത്ത് തിന്നുകയും ചെയ്തു. ഇതേ ഓയിലിലേക്ക് തന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ആ പേസ്റ്റ് ഉണ്ടല്ലോ, പച്ചമുളകൊക്കെ നമ്മൾ ചതച്ചിടൂലേ, ചതയ്ക്കാൻ ഞാൻ അമ്മിക്കല്ലിട്ട് ചതയ്ക്കാൻ മടിയായതുകൊണ്ട് ഞാൻ മിക്സീൻ്റെ ജാറിലിട്ട് ഒരു കറക്കം കറക്കിയിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് തന്നെയാണ് മിക്സ് ചെയ്യുന്നത്. ഇത്രയും പേർക്ക് ഫുഡ് ഉണ്ടാക്കാൻ ഇത്ര ചെറിയ പാത്രം മതിയോ എന്ന് ചിന്തിക്കേണ്ട, ഞാനിപ്പോൾ പാത്രം മാറ്റും. കുക്കറാണ് എനിക്ക് നല്ലത്. കുക്കറിൽ ഉണ്ടാക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, കുക്കറിൽ പലരും ഉണ്ടാക്കാറില്ല. ഞാൻ ഈ ചിക്കൻ കുക്കറിൽ വെക്കുന്നത് കൈകൊണ്ട് ഇങ്ങനെ തൊടുമ്പോഴേക്കും എല്ലിൽ നിന്ന് സെപ്പറേറ്റായി വരണം. അതാണ് എൻ്റെ ഒരു ആഗ്രഹം. എനിക്ക് അങ്ങനെ കഴിക്കാൻ ഇഷ്ടം. പിന്നെ തൈരും വാങ്ങാൻ കിട്ടാനില്ല. ഉള്ള കടയിൽ നിന്നൊക്കെ ഞാൻ കയറി ഇറങ്ങി എല്ലാവിടെയും പാല് മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് പെരുന്നാളായതുകൊണ്ട് എല്ലാവരും തൈരൊക്കെ വാങ്ങിച്ചിട്ട് പോയിട്ടുണ്ടാവുമെന്ന്. ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ബിരിയാണി മസാലയ്ക്ക് തൈരിനും വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ അലയുന്നത്. അത് കിട്ടാനില്ല. എന്നിട്ട് കുക്കറിലേക്ക് മസാലയൊക്കെ ഇട്ട് സെറ്റാക്കിയതിന് ശേഷം ചിക്കൻ അതിൽ തന്നെ ഇട്ട് ഞാനൊരു ഏകദേശം ഒരു 2 വിസിലൊക്കെ അടുപ്പിച്ചായിരുന്നു. ഫ്രൈ ചെയ്ത ചിക്കൻ 2 വിസിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിസിൽ കംപ്ലീറ്റ് വന്നതിന് ശേഷം നമ്മൾ ഓഫാക്കിയിട്ട് വിസിൽ കളയൂല. അപ്പോൾ അതിൽ തന്നെ നിന്ന് കുക്കാവുമല്ലോ. പിന്നെ റൈസാണ് എനിക്ക് കുറച്ച് ടഫായിട്ട് തോന്നിയത്. എനിക്ക് ഇളക്കാനുള്ളൊരു ബുദ്ധിമുട്ട് ഇത്രയും വേണ്ടേ. പിന്നെ ഒരിക്കൽ ഞാൻ തുറന്നു നോക്കിയ സമയത്ത് കുക്കായിട്ടുണ്ടായിരുന്നു, അതിൽ വെള്ളം അങ്ങനെയുണ്ട്. പിന്നെ രണ്ടാമത് തുറന്നപ്പോഴേക്കും ഏകദേശം റെഡി ആയിട്ടുണ്ടായിരുന്നു. അടുത്ത ടാസ്ക് ആയിരുന്നു കറണ്ട് പോക്ക്. കറണ്ട് ഒരു മണിക്കൂറിന് ഉണ്ടായിരുന്നില്ല. ഇതായിരുന്നു ബാക്കി വന്ന ഫുഡ്. എനിക്ക് ചിക്കൻ കിട്ടിയില്ല. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഫോൺ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് മാത്രമാണ് എനിക്ക് ഫ്ലാഷ് കറക്റ്റ് ടൈമിൽ യൂസ് ചെയ്യാൻ പറ്റിയത്. വിളിക്കാതെ കയറി വന്ന മറ്റൊരു അതിഥിയാണിത്. എൻ്റെ പഴയ അയൺ ബോക്സാണിത്. നിസ്സാര വിലയ്ക്ക് ഞാൻ വാങ്ങിയതായിരുന്നു. അത്യാവശ്യം 2 വർഷത്തോളം ഞാനതിന് നല്ല രീതിക്ക് ഉപയോഗിച്ചിട്ടാണ് അത് കേടുവന്നത്. ഇങ്ങനെ നമ്മൾ തിരിക്കുന്ന സമയത്ത് ടക്കെന്നൊരു സൗണ്ട് വരും. ആ സൗണ്ട് വന്നു കഴിഞ്ഞാൽ അത് വർക്കിംഗ് ആണ്, അതിൽ ഹീറ്റ് വരും. അതെല്ലാം സൗണ്ട് വരുന്നില്ലെങ്കിൽ വർക്കിംഗ് അല്ല. മെയിനായിട്ടുള്ള എൻ്റെ ആയുധം എടുത്തിട്ടുണ്ട്. ബ്ലേഡാണ് എൻ്റെ ആയുധം. അത് വെച്ച് ഞാൻ കട്ട് ചെയ്യാൻ തുടങ്ങി. കട്ട് ചെയ്ത് ഞാൻ ഇതും സെയിം അയൺ ബോക്സ് തന്നെ ഓർഡർ ചെയ്തത്. എന്നെ ചതിച്ചതാ ശരിക്കും. ഓൺലൈനുകാർ എന്നെ ചതിക്കുന്നതാ. ഞാൻ ഓർഡർ ചെയ്യുന്നതിൻ്റെ ഒരു ഓപ്പോസിറ്റ് എനിക്ക് കിട്ടുന്നത്. പക്ഷേ അതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആയി മുന്നോട്ട് പോവാണ്. ഞാൻ റെഡല്ലേ ഓർഡർ ചെയ്തേ, എനിക്ക് തന്നത് ബ്ലാക്ക്. കുഴപ്പമില്ല, ബ്ലാക്ക് എനിക്ക് ഫേവറേറ്റ് കളറാണ്. അതുകൊണ്ട് പിന്നെ റിട്ടേൺ കൊടുക്കാൻ തന്നില്ല. നോൺ സ്റ്റിക്കർ എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ പഴയതും കൂടെ തൊട്ടുകയായിരുന്നു. അത് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ടുണ്ട് വാങ്ങിയത്. പിന്നെ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റീലിൻ്റെ കോട്ടിങ്, അത് വന്ന് പ്ലാസ്റ്റിക് ആയിരുന്നു. ഇത് സ്റ്റീലായതുകൊണ്ട് പിന്നെ കാണാൻ കുറച്ചുകൂടെ ലുക്കുണ്ട്. ലൈറ്റൊക്കെ കത്തുന്നുണ്ട്, അതാണ് മെയിൻ. മറ്റേതിൽ ലൈറ്റ് പുഴങ്ങി വരുമായിരുന്നു.
നല്ല ഡ്രസ്സ് എന്തെങ്കിലും തേച്ചിട്ട് ഇനി പ്രശ്നമാവണ്ടെന്ന് വെച്ചിട്ട് ഞാനൊരു തുണി വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കി. കുഴപ്പമില്ലാതെ ചൂടുണ്ട്. പക്ഷേ എനിക്ക് വെയിറ്റ് ഉള്ള അയൺ ബോക്സിനോടാണ് ഭയങ്കര ഇഷ്ടം. കാരണം ഞാൻ യൂസ് ചെയ്ത സമയത്ത് വെയിറ്റ് ഉള്ളതാകുമ്പോൾ നമ്മളിത്ര പ്രഷർ കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ ആ സ്റ്റിക്കർ പെട്ടെന്ന് നടന്ന് പോകുമെന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്, പ്രീ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷേ അങ്ങനെ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. നല്ല പശയുള്ള സ്റ്റിക്കറായിരുന്നു. അപ്പോൾ ഇനി ഇത് കളയാനുള്ള സമയമായി. എന്നാലും എന്നെ ഇത്രയും കാലം നോക്കിയതല്ലേ, ഞാൻ ഒരു സൈഡും ഭദ്രമായിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി അതിഥികളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ചടങ്ങൊക്കെ കഴിഞ്ഞ് ഇനി പാത്രം കഴുകണം.